വ്യഭിചാരി ബിഷപ്പിനെയും പിമ്പുപാതിരിയെയും നാടുകടത്തുവാൻ ഓർത്തഡോക്സ് വിശ്വാസികളുടെ നിലയ്ക്കൽ വിപ്ലവം. ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ ഉണർന്നു തുടങ്ങി. ക്രിസ്തുവിന്റെ പേരിൽ സഭയുടെ നാമത്തിൽ 5 മീറ്റർ തുണിയിൽ നൈറ്റിയും അടിച്ചിട്ട് തലയിൽ മൂടുപടമിട്ട് നടക്കുന്ന ആഭാസന്മാരായ മോന്മാരെ അവർ നിലയ്ക്ക് നിർത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഭദ്രാസനത്തിലെ മലങ്കരമൃത എന്നറിയപ്പെടുന്ന ഒരു പൂച്ചാണ്ടി മെത്രാനെ അവർ രാജിവെപ്പിച്ചു. ഇപ്പോഴിതാ ഓർത്തഡോക്സ് സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ പെണ്ണുപിടിയനും ആഭാസനും ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയുമായ ജോഷുവ മാർ നിക്കോദിമോസ് എന്ന കുറുക്കനെ പോലെ ഇരിക്കുന്ന ആ മെത്രാനെയും അവന് പെണ്ണ് കൂട്ടിക്കൊടുക്കുന്ന റംബുട്ടാൻ ഷൈജു എന്നറിയപ്പെടുന്ന പിമ്പുപാതിരിയെയും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ച നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്ത് വിശ്വാസികളുടെ നേതൃത്വത്തിൽ വൻപിച്ച ഒരു സൂചനാ പ്രതിഷേധ സംഗമം നടക്കുകയുണ്ടായി. തനി ആഭാസനാണെന്ന് സഭ തന്നെ ഏർപ്പെടുത്തിയ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ സകല കൂതാശകളിൽ നിന്നും സിനഡ് മുടക്കിയ ഈ റംബുട്ടാൻ ഷൈജു പാതിരിയെ മെത്രാൻ പല ഇടവകകളിലും കയറ്റി കുർബാന ചൊല്ലിക്കുന്നതാണ് വിശ്വാസികളെ ഇപ്പോൾ ചൊടിപ്പിച്ചത്. കുപ്രസിദ്ധ മോഷ്ടാവും പോലീസുകാരെ കുത്തിക്കൊലപ്പെടുത്തിയ ക്രിമിനലുമായ ആടാന്റണിയുടെ മോഷണം മുതൽ വരെ വിറ്റുകൊടുക്കുന്ന പണി വരെ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ഈ റംബുട്ടാൻ ഷൈജു എന്ന തീവെട്ടിപ്പാതിരി. ഭർത്തൃമതിയായ യുവതിരെ അടുത്തുവരെ ലൈംഗികാതിക്രമം കാണിച്ചതിന് ഈ പാതിരിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നിലവിൽ കേസ് വരെയുണ്ട്. ഇതിൽ നിന്നും രക്ഷപ്പെടുവാനായി ഇയാൾ കഴിഞ്ഞയിടെ BJP-യിൽ പോയി അംഗത്വമെടുത്തിരുന്നു. ഈ 2 ആഭാസന്മാരെ എത്രയും വേഗം മാറ്റിത്തരണം എന്ന് ആവശ്യപ്പെട്ട് റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വിശ്വാസികൾ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കയ്ക്ക് നിരവധി തവണ പരാതികൾ കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ 2 പേരെയും സംരക്ഷിക്കുന്ന നയമാണ് കാതോലിക്ക സ്വീകരിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് ആദ്യപടിയായി ഇവർ ഇക്കഴിഞ്ഞ ശനിയാഴ്ച നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്ത് പ്രതിഷേധ സംഗമം നടത്തി. 5 ദിവസങ്ങൾക്കുള്ളിൽ ഒരു തീരുമാനമുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ കോട്ടയം സഭാ ആസ്ഥാനത്ത് നിരാഹാരം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ഇവർ നീങ്ങും എന്നാണ് വിശ്വാസികളുടെ മുന്നറിയിപ്പ്. ആദ്യം നമുക്ക് ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ആ പ്രതിഷേധ സംഗമത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഭദ്രാസനത്തിൽ സമാധാനം ഉണ്ടാക്കുക. കൊച്ചിന്റെ അപ്പനാരാന്ന് പറയുമോ? നീക്കം ചെയ്യുക. ഭദ്രാസന മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. ഭരണം ഞങ്ങൾ സഭ്യിപ്പിക്കും. മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. വ്യാജ വൈദ്യരെ പുറത്താക്കുക. ഭദ്രാസന മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. ഭരണം ഞങ്ങൾ സഭ്യിപ്പിക്കും. മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. വ്യാജ വൈദ്യരെ പുറത്താക്കുക. അവിടെ തിരുമേനിയാ വോട്ടിട്ടതാ, മറ്റാരുമല്ല. തിരുമേനിയാ വോട്ടിട്ടത്. തിരുമേനി കോപ്പി റിസീവ്ഡ് എന്ന് എല്ലാവർക്കും ഇവിടെ നന്ദി പറയാം. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, മദ്രാസൻ സെക്രട്ടറി, ഓഫീസിലെ സ്റ്റാഫ്
എല്ലാവരും നമ്മളെ വളരെ സ്നേഹത്തോടെ ഇവിടെ സ്വീകരിച്ചു. അതിലുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറയുന്നു. ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഇടവത്ര പോലീസായിക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നലെ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത നിലയ്ക്കൽ വിശ്വാസ സംരക്ഷണ സമിതി അംഗമായ ഏലിസയുടെ വാക്കുകൾ കേൾക്കാം. ഇന്നലെ പ്രതിഷേധ സംഗമം നടന്നത് ഇവിടുത്തെ 32 പള്ളികളിൽ നിന്നുള്ളതായ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മാത്രം, എല്ലാവരും കൂടിയില്ല, പ്രതിനിധികൾ മാത്രം അവിടെ സംഘടിച്ചു. മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പിന്നെ ഞങ്ങളുടെ പ്ലാക്കാർഡുകൾ പിടിക്കുകയും ഞങ്ങളുടെ പ്രധാനമായ ആവശ്യം, ഏറ്റവും അത്യാവശ്യമായ ആവശ്യം, ഷൈജു കുര്യനെ നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നിന്ന് ശാശ്വതമായും ഇവിടുന്ന് വിടർത്തുക മാത്രം. പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ ഇവിടുന്ന് വിടർത്തി കഴിഞ്ഞിട്ടും ഈ ഇവിടുത്തെ ഇടവകളിലെങ്ങും പ്രവേശിക്കാനും കർമ്മങ്ങൾ സംബന്ധിക്കാനും അനുവദിക്കരുത്. ഒന്ന്. രണ്ടാമത് ഈ മെത്രാപ്പോലിത്തായെ ഞങ്ങൾക്ക് മാറ്റിക്കിട്ടണം. ജോഷുവ നീക്കോദിമോസ്, അദ്ദേഹം ഇവിടെ കുറെ നാളുകളായി. ഇതിനു മുമ്പ് ഇതുപോലെ പരാതികൾ ഞങ്ങളെ ഇവിടുത്തെ പ്രബുദ്ധരായ മനുഷ്യർ കൊടുത്തിട്ട് ഇദ്ദേഹത്തെ മാവേലിക്കര ഭദ്രാസനത്തിന് അയച്ചു. അതിനെക്കുറിച്ച് ഒരു മിനിറ്റ് എളുപ്പം പറഞ്ഞാൽ, പിന്നെ അല്ലെ പറയുന്നില്ല പോട്ടെ, മാവേലിക്കര ഭദ്രാസനം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരാഴ്ച വീക്ഷിച്ചതിന് ശേഷം ഞങ്ങൾക്കിത് വേണ്ടേന്നും പറഞ്ഞ് തിരികെ അയച്ചു. ഈ മെത്രാനല്ലേ നമ്മൾ നിരവധി തവണ വാർത്ത കൊടുത്തേക്കുന്ന മറ്റേ ആഭാസം മെത്രാൻ? അത് തന്നെ സ്വഭാവദോഷത്തിനും നടപടി ദോഷത്തിനും അമേരിക്കയുമായിട്ടുള്ള ഈ കഴിഞ്ഞ ആഴ്ചയിലും അമേരിക്കയിൽ പോയി കറങ്ങിയച്ചാണ് തിരികെ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളത് അനേക വിഷയങ്ങൾ. കാരണം മറ്റുള്ള ഭദ്രാസനങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളുടെ ഈ ഭദ്രാസനത്തിന് ചിറ്റാറ് മുതൽ ഹൃദത്തോട് മുതൽ ശബരിമല ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഇത് റാന്നി സെൻട്രലിന്റെ ഈ ഓർത്തഡോക്സുകാർ കുറവായതുകൊണ്ട് ഈ അരമനയിൽ വെച്ച് ഏത് ഭയങ്കര ഭീകരത നടന്നാലും ഒന്നും ആരും അറിയുന്നില്ല. അതുകൊണ്ട് അപ്പൊ ഈ മാവേലിക്കരയും തിരികെ വിട്ട് ഈ പുള്ളി വീണ്ടും ഞങ്ങൾ മുറവിളി കൂട്ടിയപ്പോൾ ഇവിടുന്ന് ഇടുക്കി ഭദ്രാസനത്തിന് അയച്ചു. ഇടുക്കി ഭദ്രാസനത്തിൽ വരുന്നേന്നറിഞ്ഞുകൊണ്ട് സഹ്യപർവ്വതം മൊത്തം ഇളകി ഞങ്ങൾക്കിത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഈ നാശകോടാലി വീണ്ടും റാന്നിയിൽ വന്ന് അടിഞ്ഞിരിക്കുകയായി. ഇത് വന്നിട്ട് ഇപ്പൊ 15 വർഷമായി. പിന്നെ എടുത്തു പറയേണ്ടതായ ഒരു കാര്യം നിലയ്ക്കൽ ഭദ്രാസനമാണ്. ഈ നിലയ്ക്കൽ പണ്ടൊരു പള്ളി ഉണ്ടായിരുന്നതായിട്ട് ചരിത്രമുണ്ട്. ഈ പള്ളിക്ക് നാശത്തിന് കാരണമായത് ഉറുമാപ്പുലി എന്നും പറപ്പാറ്റ എന്നും പറഞ്ഞ 2 ശാപങ്ങളായിരുന്നു. ഒന്ന് ഉറുമാപ്പുലി, അത് ഭയങ്കര പോയിസനും വിഷാംശമുള്ളതായ അനേക കൊമ്പുകളുള്ളൊരു ജന്തുവാണ്. ആ ഉറുമാപ്പുലിയും പറപ്പാറ്റയും. ഇപ്പൊ ഇവിടെ ഈ നിലയ്ക്കൽ ഭദ്രാസനത്തിൽ വന്നിരിക്കുന്നത് ഉറുമാപ്പുലിയും പറപ്പാറ്റയുമാണ്. പറപ്പാറ്റ എന്ന് പറയുന്നത് തെമ്മാടി ഷൈജുവും തെമ്മാടി കുര്യനും, ഉറുമാപ്പുലി എന്ന് പറയുന്ന ഒരു നീക്കോദിമോസ് എന്ന് പറയുന്നത് കോട്ടയംകാരിട്ട പേര് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇട്ടിരിക്കുന്ന ജോണി എന്നാ. അപ്പോ ഞാൻ പറഞ്ഞത് ഈ ഉറുമാപ്പുലിയും ഈ പറപ്പാറ്റയും ഇവിടുന്ന് പോയേ മതിയാവൂ. കാരണം എന്തിനാണ് പോകേണ്ടത്? ഒരു വ്യക്തിയുടെ വീട്ടാവശ്യത്തിന് വേണ്ടി അല്ല. ഇവിടെ ഒരു ഭദ്രാസനം സ്ഥാപിച്ചിരിക്കുന്നത് സഭാ നേതൃത്വം ഒരു ഭദ്രാസനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സഭയുടെ വളർച്ചയ്ക്കും ഉന്നതിക്കുമാണ്. ഈ 15 വർഷമായിട്ട് യാതൊരു വളർച്ചയും ഉന്നതിയും ഇല്ലെന്ന് മാത്രമല്ല, മെത്രാൻ എന്ന് പറയുന്ന ഉറുമാപ്പുലി പെണ്ണിന്റെ പുറകെ പോകുമ്പോഴ് പറപ്പാറ്റ എന്ന് പറയുന്ന പുള്ളി വസ്തുക്കച്ചവടവും പെണ്ണു കച്ചവടവുമായിട്ട് മറുവഴിക്കൂടെ പോയിട്ട് ഞങ്ങളെ വെറും ഭോഷന്മാരാക്കുന്നു. സങ്കടമുണ്ട്, ദുഃഖമുണ്ടായിട്ടാണ് ഇത് പറയുന്നത്, മനോവേദന ഉണ്ടായിട്ടാണ് ഇത് പറയുന്നത്. മുട്ടയിട്ട കോഴിയുടെ കുണ്ടിക്ക് വേദന ഉണ്ടായിട്ടുള്ളൂ, ഞങ്ങൾക്ക് വേദനയുണ്ട്. ഇവന് തെമ്മാടിത്തരം കാണിക്കാനാണോ മാസ്ലിക മൈലാപ്പൂരിൽ ശൂലവേന്ത് മരിച്ചതെന്നാണ് ചോദിക്കുന്നത്. കാൽവറി കുന്നിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പ്രിയ പ്രാണനാഥൻ വിളിച്ചത് ഇവനെയൊക്കെ ഈ കാണിക്കാനെന്നോ ക്രൂശിൽ മരിച്ചത്? രക്തം ചിന്തി സമ്പാദിച്ചിരിക്കുന്ന ഈ സഭ ഈ കുറെ മെത്രാന്മാരും കുറെ വൈദികരും കൂടി നശിപ്പിക്കുന്നു. ക്രൈസ്തവ സഭയുടെ ശത്രു സാത്താൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മെത്രാന്മാരും വൈദികരുമാണ്. ഞാൻ ഒരു കാര്യം ചുരുക്കി ചോദിച്ചോട്ടെ. അതായത് ഈ മെത്രായോളി നിങ്ങളുടെ
ഭദ്രാസനത്തിൽ കയറി പെണ്ണ് പിടിക്കുകയും ഇവൻ ഇവിടെ ആവാസം തരം തരുകയും ഭദ്രാസനം വേശ്യാലയമായിട്ട് നടത്തുകയും ചെയ്തത് നിങ്ങളുടെയൊക്കെ കൈക്ക് എല്ലില്ലാഞ്ഞിട്ടല്ല. ഇവന്റെ നടുവ് ചവിട്ടി കലക്കിയിടാനായിട്ട് ആ ഭദ്രാസനത്തിൽ കൈക്ക് കാലിനോ എല്ലുള്ള ആമ്പിളാരില്ലാഞ്ഞിട്ടല്ലേ ഈ മോനവിടെ ഇപ്പോഴും ഭദ്രാസനത്തിൽ കയറി അവൻ ഇരിക്കുന്നത് ഭരിക്കുന്നത്? അതിനൊരു കാര്യം പറയാം. ഈ ഞങ്ങളും മനുഷ്യരല്ലേ, സാധുക്കളല്ലേ, ഗ്രാമപ്രദേശമല്ലേ, പഞ്ചായത്തല്ലേ ഇത്? ഞങ്ങൾ സാധുക്കളായ മനുഷ്യരല്ലേ, കൃഷി ചെയ്തും അധ്വാനിച്ചും ബിസിനസ് ചെയ്തും ജീവിക്കുന്നവരല്ലേ? ഈ തെണ്ടിക്കൈയോടെ അവന്റെ തലയിലിരിക്കുന്ന 12 കുരിശും ഇവന്റെ നെഞ്ചത്ത് കിടക്കുന്ന കുരിശും കയ്യിലിരിക്കുന്ന കുരിശും ഒലക്ക പോലൊരു വടിയും ചന്തിക്ക് 2 കുരിശും ഇതൊക്കെ കാണുമ്പോൾ ഈ കുരിശിനെ മാനിച്ച തല്ലാൻ എങ്ങനെയാ തോന്നുന്നത്? യേശുവിനെ ഓർത്ത് അവന്റെ അംശമടി മേടിച്ച് അവന്റെ പിന്നാമ്പുറത്തൂടെ കുത്തി കയറ്റി വിടണ്ടേ? ഈ പറപ്പ് കാണിക്ക് നടക്കുന്ന ഇവനെ കുനിച്ചിർത്തി അവന്റെ അംശമടി ഓടിക്കണം ചവിട്ടി, എന്നിട്ട് തിരികെ കയറ്റി വിടണ്ടേ? അവൻ അന്നേരം മര്യാദയ്ക്ക് നടന്നോളും. ഞങ്ങൾ ഈ ഭദ്രാസനത്തിൽ കുറച്ചുപേര് ഉപവസിക്കാൻ പോവുക. ഇവന്റെ അംശവടിക്ക് വെള്ളിടി വെട്ടും, ഇവന്റെ കുടുംബവും കൂടെ നശിപ്പിച്ച് കളയും. ദൈവം ഉറങ്ങുകയല്ല, ഉറങ്ങാതെ ഉറക്കം തൂങ്ങാതെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ആ ദൈവം ഇതൊരു നാളും ഏറെ നാൾ ഇത് പൊറുക്കത്തില്ല. ഇതിവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് കണ്ടോ? എനിക്ക് വലിയ സങ്കടത്തോടെ ഞാൻ ചോദിക്കുന്നു, ഈ പ്രബുദ്ധരായ കേരളീയരോട് ചോദിക്കുന്നു, ആ മെത്രാസൻ വിദ്യാഭ്യാസമുള്ളവനാണ്, ഒരു ദോഷമുള്ളവനല്ല. ഈ ജനത്തെ കൊണ്ട് ഇത്രയും കരയിപ്പിക്കാതെ വേദനിപ്പിക്കാതെ സ്വരം നന്നായിരുന്നപ്പോഴേ ഇവൻ അവിടുന്ന് പോകത്തില്ലേ? നീ എന്തിനാ ഇങ്ങനെ ആടുകളെ മേയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ നിൽക്കുന്നത്? ആടുകൾക്ക് നിന്നെ വേണ്ടായ പിന്നെ എന്തിനാ മുടിഞ്ഞവരെ നീ നിൽക്കുന്നത്? നിന്റെ അരമനെ മെനയല്ലേ? ഇവനെ കണ്ട ഈ നിലക്കലിലെ ആ പന്ന നാറിയുടെ ഇവനെ കണ്ട കുറുനരി, ഈ കുറുനരിക്ക് പേ പിടിച്ച പോലത്തെ ഒരുത്തനല്ലേ? അവന്റെ തലയിലെ അവന്റെ ആ കോപ്പെല്ലാം വലിച്ചു പറഞ്ഞിട്ട് ഇവനെ അടിച്ച് ഓടിക്കാത്ത എന്ത്? കുറുക്കൻ. ഇവനെ കണ്ടാൽ മനുഷ്യര് പേടിച്ചു പോകത്തില്ലേ? പേടിച്ചു പോകും. ഇതാണ് ഈ കുരിശാണ്, കുരിശിനോടുള്ള റെസ്പെക്റ്റ് ആണ്. അല്ലെങ്കിൽ ഇതിനൊന്നും മടിയുള്ളവരല്ല ഞങ്ങള്. മലയോര കർഷകരുടെ മക്കളാ ഞങ്ങള്. കോടാലി പിടിച്ചും വാക്കത്തി പിടിച്ചും നല്ല തഴമ്പുള്ള കൈ കൊണ്ട് അവന്റെ താടിയെല്ലാം അടിച്ച് പൊട്ടിച്ചു വിടണ്ടവനെ. അവന്റെ അംശവടി മുങ്ങുവോ നിങ്ങൾ അതുപോലെ വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ? പക്ഷേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഭയപ്പെടുകയാണ്. ഇനി യേശുവുമായി വേണ്ട ബന്ധം എന്റെ പൊന്നച്ചായ, യേശുവും ഈ ഡാഷ്മോനും തമ്മിൽ ഇവനെയല്ലേ ഡാഷ്മോൻ എന്ന് വിളിച്ചെന്ന മറ്റേ വൈദികൻ? നേതൃത്വം ഞങ്ങളുടെ വേദനയ്ക്ക് പരിഹാരം വരുത്തുന്നില്ലേ? സുനിൽ പറഞ്ഞത് ഇവിടെ സംഭവിക്കും. നല്ല തൂമ്പ പിടിക്കുന്ന തഴമ്പുള്ള ആമ്പിള്ളാരെ കൊണ്ട് ഇറങ്ങണം, അടിച്ച് അവരെ കവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കണം. സംഭവിക്കും. ഈ അരമനയിൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളിൽ കുറച്ചു പേര് പരാതി കൊടുത്തിട്ട് പോലീസുകാരെ കൊണ്ട് റെയ്ഡ് ചെയ്തിട്ട് ഇതിനകത്തിരിക്കുന്ന വ്യാജങ്ങളും ബ്ലൂഫിലിയും മറ്റും ഭയങ്കരമായ ഇവനെ കുറിച്ചല്ലേ അരമനയിൽ നിന്ന് അച്ഛന്മാര് പറഞ്ഞത്? ഇവൻ രാത്രി മൊത്തം ഇവന് ഉറക്കമില്ല, രാത്രി മൊത്തം ബ്ലൂഫിലി കാണലും സ്ത്രീകളുമായിട്ട്. എന്തോ അവന്റെ പരിപാടി? ഫോൺ വിളിയാണ് രാത്രി വെളുപ്പോളം. ഇവൻ ഉറക്കമില്ല. ഇവൻ ആരെയാ വിളിക്കുന്നത് രാത്രി കിടന്ന്? ഏതായാലും പുരുഷനും കൂടെ ആണെങ്കിൽ ഫോൺ വിളിച്ച 1 മണിക്കൂർ കഴിയുമ്പോൾ ഉറക്കം വരും. എതിർലിംഗത്തിൽപ്പെട്ടവരായിട്ടാ വെളുപ്പോളം ഇരുന്ന് വിളിച്ചു സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവനല്ലേ വിളിക്കുന്നിടം വരെ ഇരുന്ന് അവിടെ ബ്ലൂ ഫിലിം കാണുക എന്ന് അച്ഛന്മാര് തന്നെ പറഞ്ഞത്? കൊണ്ടുവരാനും ഇതിന് ദോഷം ഞങ്ങളും ചെയ്യുന്നുണ്ട്. പെരുന്നാളെന്നും ഇന്നും പോയിരുന്ന ഒരു പള്ളിയിൽ പെരുന്നാളെന്നും ഇതൊക്കെ വരുന്നുണ്ട്. ഇതിന് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ ഇവനെ തീറ്റിക്കുന്നു. ഗൾഫിൽ കിടക്കുന്ന നട്സുകൾ മുഴുവൻ ഇത് തിന്നാൽ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ ഒക്കുമോ? കിളവനെ തീറ്റിക്ക് എന്നിട്ട് പണിയും മേടിച്ചു കിട്ടിക്കോ വിശ്വാസികള്? അതാണ് ശിക്ഷ. ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ദോഷം വരുത്തുന്നു. ഇവനെ കുറിച്ചല്ലേ നമ്മുടെ ഇവനെ കുറിച്ചല്ലേ ഡ്രൈവർ പറഞ്ഞത്? ആ ഡ്രൈവർ മനമെടുത്ത് ഇട്ടിട്ട് പോയത് ഇവനെ കൊണ്ടല്ലേ? ഇവന്റെ പിരിഞ്ഞു പോയ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, എന്നാ കുഞ്ഞെ നല്ല ശമ്പളം ഉണ്ടായിരുന്നു, നല്ല ശാപ്പാട് വന്നല്ലോ, ഡീസന്റുള്ള ജോലിയായിരുന്നല്ലോ, ഏത് പള്ളിയിൽ ചെന്നാലും നട്സ് കിട്ടുമായിരുന്നല്ലോ, മുന്തിരി കിട്ടുമല്ലോ, എന്നാ നീ പിരിഞ്ഞു പോകുന്നെന്ന് അവൻ പറഞ്ഞ മറുപടി ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. എന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് എന്നെ പോയിട്ട് റോഡിൽ എവിടെയോ അജ്ഞാത സ്ഥലത്ത് കൊണ്ട് എന്റെ വണ്ടി ഇട്ടേച്ച് യവനൊരു ഓട്ടോയിൽ കയറി പോകും. ഞാൻ 2-3 മണിക്കൂർ ഇവിടെ കാവൽ കിടക്കണം.
വഴിയെ പോകുന്നവരൊക്കെ ചോദിക്കുന്നു എന്നാ ഇവിടെ കിടന്ന് മണിക്കൂറുകളായല്ലോ. അങ്ങനെ ചിലര് തിരിച്ചറിഞ്ഞു, അയ്യോ തിരുമേനിയുടെ വണ്ടിയല്ല, അല്ല തിരുമേനി വിറ്റ വണ്ടിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം ചില ചെറുപ്പക്കാർ കൂടി പറഞ്ഞു, ഇനിയും നീ ഇങ്ങനെ വന്ന ഈ വണ്ടിയുടെ കാറ്റ് ഞങ്ങൾ അഴിച്ചു വിട്ടേച്ച് നിന്നെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയാൽ നാളെ പിറ്റേ ദിവസം നാളെ ആലുവ FACT നെല്ലുപടിയായിട്ട് തിരികെ വരുമെന്നു. അതിനുശേഷം എനിക്ക് ഈ ജോലി വേണ്ടായേ അവൻ വിട്ട് കളഞ്ഞേച്ച് പോയി. ഞാൻ പറയുന്നത് യേശുവിന്റെ പേരിലാണ് സ്വന്തം ജനത്തെ ഈ ചൂഷണം ചെയ്യുന്നത്. എന്റെ യേശുവിന്റെ പേരിലാണ് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, വേദന ഉണ്ടാ. പരിഹസിക്കാൻ പറയല്ല. ഞാൻ മലന്ന് കിടന്ന് മേളോട്ട് തുപ്പണോ, ആരെയും പരിഹസിക്കണമോ? ഞാൻ മാത്രമല്ലല്ലോ. അങ്ങനെ അന്നേരം എനിക്ക് മെന്റലാണല്ലോ. ഇന്നലെയാണ് 50-ലും 100-ലും ഇടയ്ക്ക് ആളവിടെ കൂടിയത്. എല്ലാം അസുഖക്കാരൻ നല്ലല്ലോ, വേദന എടുത്തിട്ട് വന്നവരാ, സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വന്നവരാ. ഈ അരമനയുടെ തൊട്ടടുത്തൊരു കെട്ടിടം 1.25 കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടിരിക്കുന്നു. അത് മുഴുവൻ കാട് പിടിച്ച്, ഇന്നലെ 2 പ്രാവശ്യം എന്റെ സെക്രട്ടറി ഇത് കാര്യം വിളിച്ചു പറഞ്ഞു, മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് രഹസ്യമായിട്ട് ഇന്നലെ രാത്രി അന്വേഷിച്ചോ പറഞ്ഞു, ആള് കൂടുതലുള്ളപ്പം വല്ലതും ഡാഷ് വന്നാൽ അവിടെ കൊണ്ട ചൊരുകാനെന്നാ കെട്ടിടത്തിൽ. അപ്പൊ അതെല്ലാം പെയിന്റ് അടിച്ച് നീറ്റാക്കി ഇട്ടിരുന്നാലും മനുഷ്യൻ സംശയിക്കും, കാട് പിടിച്ച് കിടന്നാലും ഉപയോഗിക്കുന്നതല്ലെന്ന് ധരിച്ചോളുമല്ലോ. ഇവനല്ലേ മറ്റേ അരമനമേരിക്ക് മറ്റേ കുപ്പായം കിടക്കാനൊക്കെ കൊടുത്തത്? അന്ന് സഹലവും അതാ അരമനമേരി പൊക്കോട്ടെ, അവള് പൊക്കോട്ടെ. ഇന്നലെ ഞങ്ങൾ അവിടെ പറഞ്ഞ ഇതേ ഉള്ളൂ, കല്യാണം കഴിക്കാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ പിഴപ്പിച്ച് കളയല്ലേ എന്നൊരു സങ്കടമാണ്. ആ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക്. ഇത് ഞങ്ങൾ ദേവലോകത്തോട്ട് മാറാൻ പോവുകയാണ്. ദേവലോകത്തൊന്ന് മാന്യമായിട്ട് ഇതിന് മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ, മറുപടിയല്ല വാക്കുകൊണ്ട് മറുപടിയല്ല, പ്രവൃത്തി തന്നെ മറുപടി കിട്ടുന്നില്ലെങ്കിൽ അടുത്ത് ഞങ്ങൾക്ക് ബാവായ്ക്ക് മുകളിലൊരു ബാവായ ഉണ്ട്, ആകാശത്തിലുള്ള ബാവായോട് ഞങ്ങൾ പറയും. ഇവിടെ കോട്ടയത്തെ നിങ്ങളുടെ പൂച്ചാണ്ടി ബാബയോടൊന്നും പറഞ്ഞ ഇവനൊറ്റ ഈ ആവാസിന് ഒറ്റ എഴുത്തനാണ് അയാൾക്ക് കാതോലിക്കാകാൻ 3 ആവാസന്മാരുടെ വോട്ട് ഒപ്പിച്ചു കൊടുത്തത്. അറിയാമല്ലോ. ഓട്ടവാസമില്ലാത്ത മാനസിക രോഗി, മറ്റേ വട്ട് പിടിച്ച ഇടുക്കി മെത്രാൻ, മറ്റേ അമേരിക്ക പെണ്ണ് പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വെച്ച മറ്റേ പോക്സോ കേസിലെ പ്രതിയുടെ വോട്ട്. പിന്നെ മൂന്നാമത് ഇടുക്കി മെത്രാൻ എന്ന് പറയുമ്പോൾ തിരുത്തണം. ഇപ്പോഴത്തെ ഇടുക്കി മെത്രാൻ വിശുദ്ധ ജീവിതം നടത്തുന്നതാണ്. മുൻ ഇടുക്കി മെത്രാൻ ഇപ്പം വട്ട് പിടിച്ചിട്ട് അതിനീ കിടപ്പുണ്ട്. വേറൊരു കാര്യം ഈ കൂട്ടത്തിൽ ഞാൻ വിഷയം വിട്ടൊരു കാര്യം ചേർക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ഞാൻ മുമ്പ് ഈ പാത്രികേസ് കക്ഷികളെ ഉറങ്ങിക്കിടക്കുമ്പോഴും രാകുമായിരുന്നു. വഴക്കുണ്ടാക്കി പോയല്ലോ. ഇപ്പോഴാണ് സുനിലേ എനിക്ക് മനസ്സിലായത്, ഇതുപോലെ ഈ മുടിഞ്ഞ മെത്രാന്മാരും കത്തനാരന്മാരുടെയും പീഡനം സഹിക്ക വയ്യാതെ മാറിപ്പോയ വിശുദ്ധ ജനമാണ് യാക്കോബാക്കാര്. അവർ അന്ത്യോക്യ വിശ്വാസം എന്ന് വെച്ചാൽ അതൊക്കെ കേസ് ന്യായത്തിന് വേണ്ടി പറയുന്നതിനുള്ളൂ. പീഡനം സഹിക്ക വയ്യാതെ മാറിപ്പോയതാണ് ഇവര്. അതിപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായത്. നിലയ്ക്കൽ ഭദ്രാസനക്കാരെ ഇങ്ങനെ മാറ്റാൻ നോക്കിയാൽ ആ നോക്കുന്നവരെ മാറ്റാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്. ഇന്ന് കഴിവുണ്ട്. കാരണം സ്വർഗസ്ഥനായ ദൈവവും പരിമലക്കൊച്ചു തിരുമേനി ഞങ്ങളുടെ കൂടുണ്ട്. ഞങ്ങൾ അങ്ങനെ സഭ വിട്ടു പോവുകയല്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഇനി തോമസ് ജോർജിന്റെ വാക്കുകൾ കേൾക്കാം. റാന്നി നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്ത് ആണ് ഈ പ്രക്ഷോഭം നടന്നത്. ഈ ഫാദർ ഷൈജു കുര്യനെ നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നിന്ന് എല്ലാ കൂദാശകളിൽ നിന്നും എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് കോട്ടയം കാതോലിക്ക ബാവ തിരുമേനി കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അത് ലംഘിച്ചുകൊണ്ട് ഭദ്രാസന മെത്രാപ്പോലീത്തായുടെ പിന്തുണയോടുകൂടി പല പള്ളികളിലും കയറി കുർബാന ചൊല്ലുന്നു. വീണ്ടും കുർബാന ചൊല്ലുന്നു. അവിടുത്തെ ഭദ്രാസന മെത്രാൻ ആരാണ്? ജോഷുവ മാർ നിക്കോദിമോസ്. ഇത് ഒന്ന് കുറ്റ്യാനി പള്ളിയിലും വെച്ചൂച്ചിറ പള്ളിയിലും ഇദ്ദേഹം കുർബാന ചൊല്ലി. വിശ്വാസികളുടെ അജണ്ട ഷൈജു കുര്യനെ നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നിന്നും പൂർണ്ണമായും
പുറത്താക്കണമെന്നുള്ളതാണ്. കാരണം ഷൈജു കുര്യൻ നിലയ്ക്കൽ ഭദ്രാസനത്തിന് വേണ്ടി പട്ടമേറ്റ വൈദികനല്ല. ഇദ്ദേഹം ഇവിടെ ബിസിനസ് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങളും അദ്ദേഹത്തിന്റെ ക്രിമിനൽ നടപടികളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ നിന്നും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ ശക്തമായ ആവശ്യം. ഈ ആവശ്യം ഞങ്ങള് സമയപരിധി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ മാറ്റണമെന്നാണ് പറയുന്നത്. ഞങ്ങളെ ഒരു 5 ദിവസത്തിനുള്ളിൽ മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റിയില്ല എങ്കിൽ ഞങ്ങള് കോട്ടയം ദേവലോക ആസ്ഥാനത്തും അതുപോലെ തന്നെ നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്തും ഒരേപോലെ ശക്തമായ നിരാഹാര സത്യാഗ്രഹം, അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ പ്രസ് മീറ്റ് വിളിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ വിശ്വാസികളെ അറിയിക്കും. ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ്. ഇന്നലെ എത്ര മണി തൊട്ടായിരുന്നു ഈ പരിപാടി നടന്നത്? എന്തൊക്കെയായിരുന്നു ഇന്നലെ അവിടെ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ട് നടന്നത്? ഇന്നലെ 10 മണി മുതൽ 11:30 വരെയാണ് പ്രതിഷേധ പരിപാടികളുടെ. ഞങ്ങള് അവിടെ വിശ്വാസികൾ അവിടെ എത്തുകയും അവിടെ പ്രാർത്ഥന നടത്തി. അതുപോലെ തന്നെ പ്രതിഷേധ പ്രസംഗങ്ങളുണ്ടായി. അതിനുശേഷം ഞങ്ങളുടെ നിവേദനം എല്ലാവരും ചേർന്ന് ഭദ്രാസന സെക്രട്ടറി സോബിനച്ചന് നൽകുകയുണ്ടായി. അതിന്റെ അക്നോളജ്മെന്റും മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ മറുപടിക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ മറുപടി ഞങ്ങൾക്ക് അനുകൂലമായി ഈ ഷൈജു കുര്യനച്ചനെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സമര പരിപാടികളിലേക്ക് നീങ്ങുന്നത്. നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് നമ്മളുടെ ചുമതല? എന്താണ്? ഞാൻ ഇതിന്റെ ഒരു സംഘാടകൻ കൂടിയാണ്. പേര്? തോമസ് ജോർജ്. തോമസ് ജോർജ്. ഇതൊരു ഇടവക മെത്രാപ്പോലീത്തെ അറിയാതെ ഒരു ഭദ്രാസനത്തില് ഇതുപോലൊരു മുടക്കപ്പെട്ട വൈദികൻ കയറി ഏതെങ്കിലും പള്ളി കയറി കുർബാന ചൊല്ലുമോ? അന്നേരം ഇത് ഈ മെത്രാന്റെയും കൂടെ ഒരു അനുവാദവും മൗനസമ്മതവും കൂടിയല്ലേ? മൗനസമ്മതത്തോടുകൂടിയാണെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഇല്ല, ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുകയും അതിനുശേഷം ഇദ്ദേഹത്തെ രഹസ്യമായി പിന്തുണച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് പള്ളികളിൽ കയറുന്നതിനുള്ള അനുവാദം നൽകുകയും ചെയ്യുകയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ i2 ന്യൂസ് തന്നെ എത്രയോ വാർത്തകൾ നൽകിയിരിക്കുന്നു. ഈ മ്ലേച്ഛനായിട്ടുള്ള ഈ പാതിരിക്ക് ഈ ബിഷപ്പിന് പെണ്ണ് കൂട്ടി കൊടുക്കുകയും ഇവന്മാർ സംയുക്തമായിട്ടാണ് സകല തരികടകളും ഈ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും സാമ്പത്തിക പരിപാടികളാണെങ്കിലും കച്ചവടമാണെങ്കിലും ഇവർ രണ്ടും പങ്ക് കച്ചവടക്കാരാണ് എന്ന് എത്രയോ തവണ നമ്മൾ തന്നെ വാർത്ത കൊടുത്തേക്കുന്നു. അതെ, വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ അകത്ത് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഷൈജു കുര്യനെ പൂർണ്ണമായും നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നിന്ന് മാറ്റുക. അങ്ങനെ മാറ്റിയില്ല എങ്കിൽ ഞങ്ങൾ അടുത്ത ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ തന്നെ ഒരുപാട് പ്രാവശ്യം ഭദ്രാസന മെത്രാപ്പോലീത്ത തിരുമേനിയെ നേരിൽ കാണുകയും ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കുകയും ഇതിപ്പോ 2ാമത്തെ പ്രക്ഷോഭമാണ് ഞങ്ങളുടേത്. ആദ്യത്തെ പ്രക്ഷോഭം കൊണ്ട് ഒന്ന് മാറ്റി നിർത്തുക, തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയും പിന്നീട് ചെറിയ ഇദ്ദേഹത്തെ തിരികെ കയറ്റാനുള്ള ശ്രമമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മെത്രാനെ, ആഭാസനായ നിന്നെ വിശ്വാസികൾക്ക് പോലും വേണ്ട. നീ ആ കുപ്പായമൊക്കെ ഊരിക്കളഞ്ഞ് വേറെ വല്ലോ പണിക്കും പോവുക. അല്ലെങ്കിൽ വിശ്വാസികൾ നിന്റെ അരമനയിൽ കയറി കൈവെക്കുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് നിന്റെ ആ പിമ്പ് പാതിരിയെയും കൂട്ടി വണ്ടി വിടുക എത്രയും വേഗം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.